നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. റയൽ മാഡ്രിഡിനായിട്ട് കഴിഞ്ഞ മാസം മികച്ച പ്രകടനമാണ് കിലിൻ എംബാപ്പെ നടത്തിയിരുന്നത്. പക്ഷെ ആ എംബാപ്പയെ മറികടന്നിരിക്കുന്നു ലാമിൻ യമാൽ. എംബാപ്പെ അടക്കമുള്ളവരെ മറികടന്ന് സെപ്റ്റംബർ മാസത്തിലെ ലാലിഗയിലെ മികച്ച താരമായിട്ട് യമാലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കഴിഞ്ഞ മാസം യമാലും പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നടത്തിയത്. 4 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം കഴിഞ്ഞ മാസം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം താരത്തെ തേടി എത്തിയിരിക്കുന്നു. 3 ഗോളുകളും 1 അസിസ്റ്റുമാണ് സെപ്റ്റംബറിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ആദ്യത്തെ 2 ഗോളുകൾ ബാഴ്സലോണയുടെ ജിറോണയ്ക്കെതിരെയുള്ള വിജയത്തിൽ അദ്ദേഹം നേടിയിരുന്നു. അതിനുശേഷം ഒസാസുനയ്ക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റഫീഞ്ഞയ്ക്ക് വിയാറലിനെതിരെയുള്ള മത്സരത്തിലെ വിജയത്തിൽ അദ്ദേഹം അസിസ്റ്റ് നൽകുകയും ചെയ്തിരുന്നു. സോ ബാഴ്സലോണയുടെ 19-ാം നമ്പറുകാരൻ മിന്നി കത്തിക്കളിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ ടീംമേറ്റ് റഫീഞ്ഞ കഴിഞ്ഞ മാസം ഓഗസ്റ്റിലെ മികച്ച താരത്തിനുള്ള പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയിരുന്നു. ഇപ്പോഴത്തെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ബാഴ്സലോണയിലേക്ക് പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരങ്ങൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരത്തിനായിട്ട് ലാമിൻ യമാലിനോടൊപ്പം പരിഗണിച്ചിരുന്നത് കിലിൻ എംബാപ്പെ, റയൽ മാഡ്രിഡിന്റെ കിലിൻ എംബാപ്പെ, അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഇനാക്കി വില്യംസ്, റയൽ ബെറ്റീസിന്റെ ജിയോവാനി ലോ ചെൽസോ, ഡിപ്പോർട്ടിവോ അലാവസിന്റെ കാർലോസ് വിസെന്റെ എന്നിവരാണ്. അവരെല്ലാം വോട്ടിങ്ങിൽ മറികടന്നുകൊണ്ടാണ് യമാൽ ഇപ്പോൾ ലാലിഗയിലെ മികച്ച താരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.